ഒരു ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 മാഗി ക്യൂബ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 കരയാമ്പൂ, 1 വലിയ കഷ്ണം പട്ട, മുഴുവാനായിട്ടുള്ള കുരുമുളക് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു കുക്കറിലിട്ട് നിരത്തി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ക്യാപ്സിക്കം കുനുകുനായിട്ട് അരിഞ്ഞത് നമ്മൾ പയ്യെ കുറച്ചായിട്ട് വിതറിയിടുക. അതിൻ്റെ മുകളിലായിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതിന് മുകളിലായിട്ട് വിതറുക. വെളുത്തുള്ളി ഇടുക. പട്ട അങ്ങനെ തന്നെ ഇടണ്ട, ചെറുതായിട്ട് പൊടിച്ചിട്ട് ഒന്ന് കൈവച്ച് തന്നെ ചെറുതായിട്ട് പൊടിച്ചിട്ടിടുക. 3 കരയാമ്പൂ, മാഗി ക്യൂബ് 2 പയ്യെ കൈവച്ച് ഇങ്ങനെ ഞെരിച്ചിടുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ആ മാഗി ക്യൂബ് ഇതിൽ ഇടുന്നത്. അതിനുശേഷം കുറച്ച് മുളക് പൊടി വിതറുക. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിടുക. മാഗി ക്യൂബ് ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ട്, അപ്പോൾ അത് നോക്കി അതിൻ്റെ അഡ്ജസ്റ്റിൽ വേണം ഉപ്പ് ബാക്കിയുള്ളത് ഇടാനായിട്ട്, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. മുകളിലായിട്ട് 100 ml സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് പൊടി, അതിൻ്റെ മുകളിലായിട്ട് നാരങ്ങാനീര്, പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങാനീര് ഒഴിക്കുക. 1 അരമുറി മതിയാവും. കറുത്ത ഡ്രൈ ലെമണാണ് ഇടേണ്ടത്, പക്ഷേ അത് നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നാരങ്ങാനീര് നമ്മളെടുത്തിട്ട് ഇടുന്നു. അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മി പകുതി വേവിച്ച് വെച്ച അരി എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കലം വെള്ളം എടുത്തിട്ട് അതിലേക്ക് പട്ട, ഉപ്പ്, നാരങ്ങാനീര് ഇട്ട് 3/4 കപ്പ് മന്തി റൈസ് നമ്മൾ ഇട്ട് പകുതി വേവിച്ചെടുക്കുക. പകുതി വേവിച്ച് വെച്ച അരി ഊറ്റി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരിക്കലും തിക്കിയിടരുത്, നമ്മൾ തവി വെച്ച് നമ്മൾ ലെയറായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഒരു 3/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 4 പച്ചമുളക് ഇങ്ങനെ കുത്തി വെക്കുക. മുഴുവനായിട്ടുള്ള കുരുമുളക് കുറച്ചെടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ചായിട്ട് വിതറുക. ഇതിന് ഒരു റൈസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ കളറൊന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരം മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ആ ഒരു വെള്ളം നമ്മൾ മുകളിലായിട്ട് ഒഴിക്കുന്നു. ഒരുപാട് വെള്ളം ആവരുത്, ഇച്ചിരി കട്ടിക്ക് എടുക്കുക. ആ പാത്രത്തിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ലയിപ്പിച്ച് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒഴിക്കുക. അപ്പം വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയിൽ റൈസ് ഉണ്ടാവും. ഇതെല്ലാം വെച്ച് കുക്കർ മൂടി അടുപ്പത്തേക്ക് വെക്കുക. ഒറ്റൊരു വിസിൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒറ്റൊരു വിസിലാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം പതിയെ നമ്മൾ തുറക്കുമ്പോൾ നമ്മുടെ 30 മിനിറ്റ് മന്തി റെഡി. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, സമയവും കളയണ്ട. ഇത് ഒരു വലിയൊരു ഉരുളിക്കകത്ത് തട്ടിയതിന് ശേഷം റൈസ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 30 മിനിറ്റുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.